ഈ കാലഘട്ടത്തിനിടെ മലയാള സിനിമയിൽ പല മുഖങ്ങൾ വന്നുപോയി. എന്നാൽ 40 വർഷത്തോളമായി മറ്റാർക്കും എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരിടം മലയാള സിനിമയെ സൃഷ്ടിച്ച് രാജാക്കന്മാർ വാഴുന്ന 2 പേരാണ് ഈ ഇൻഡസ്ട്രിയിലുള്ളത്. വേറാരുമല്ല, മോഹൻലാലും മമ്മൂട്ടിയും. മലയാള സിനിമയുടെ തന്നെ നെടുംതൂണുകളാണ്. എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങൾ കൊണ്ടും അഭിനയ ഭാവങ്ങൾ കൊണ്ടും പ്രേക്ഷകരെ വിസ്മയിച്ച കലാകാരന്മാർ. കരിയറിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഇവർ അഭിനയിച്ച പല കഥാപാത്രങ്ങളുമാണ് ഇന്ന് വരെ ഈ സൂപ്പർ സ്റ്റാർ പദവിയിൽ ഉയർത്തിയത്. എന്നാൽ മോഹൻലാലിനെ സൂപ്പർ സ്റ്റാർ ആക്കിയത് മമ്മൂട്ടി നിരസിച്ച ഒരു സിനിമയാണ്. ആ ചിത്രത്തിലെ ഇന്നും താരത്തിന്റെ മികച്ച കഥാപാത്രങ്ങൾ ഒന്നായി തുടരുന്നു. മലയാളത്തിന്റെ പ്രമുഖ എഴുത്തുകാരിൽ ഒരാളായിരുന്നു ഡെന്നീസ് ജോസഫ്. ഡെന്നീസിന്റെ പല കഥാപാത്രങ്ങളും അനശ്വരമാക്കിയത് മോഹൻലാലും മമ്മൂട്ടിയുമാണ്. എന്നാലും മമ്മൂട്ടിയാണ് അദ്ദേഹം അധികം സിനിമകൾ ചെയ്തിട്ടുള്ളത്. നിറക്കൂട്ട്, സായം സന്ധ്യ, ശ്യാമ, ന്യായവിധി, പ്രണാമം എന്നീ തുടങ്ങിയ താരത്തിന്റെ കരിയറിലെ മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ചത് ഡെന്നീസാണ്. ഡെന്നീസ് ജോസഫ് സംവിധായകൻ തമ്മി കണ്ടങ്ങാനുമായി ഒരു സിനിമ ചെയ്യാൻ കൈകോർത്തു. എന്നാൽ പ്രധാന കഥാപാത്രമായി മമ്മൂട്ടിയെ സമീപിക്കെ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി. മമ്മൂട്ടി അഭിനയിച്ച ആ നേരം അല്പം ദൂരം എന്ന ചിത്രത്തിന്റെ പരാജയത്തെ തുടർന്ന് സംവിധായകൻ പ്രതിസന്ധിയിലായിരുന്നു. അതുകൊണ്ടാണ് മമ്മൂട്ടിയും ഈ സിനിമ നിരസിച്ചത്. ശേഷം അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കാൻ ഒരു നിർമ്മാതാവും തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് ഡെന്നീസ് അദ്ദേഹത്തിനായി എഴുതാൻ സമ്മതിച്ചത്. തമ്പി സിനിമ സംവിധാനം ചെയ്യുന്നതിന് പുറമെ അതിന്റെ നിർമ്മാണം ഏറ്റെടുക്കുകയായിരുന്നു. പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ച തമ്പി മോഹൻലാലിനെ സമീപിച്ചു. ഡെന്നീസിനൊപ്പം മുമ്പ് പ്രവർത്തിച്ചിട്ടില്ലായിരുന്നിട്ടും കഥ പോലും കേൾക്കാതെ മോഹൻലാൽ സിനിമ ചെയ്യാൻ സമ്മതിച്ചത്. അങ്ങനെയാണ് രാജാവിന്റെ മകൻ എന്ന സിനിമ ജനിക്കുന്നത്. 5 6 ദിവസത്തിനുള്ളിൽ മുഴുവൻ തിരക്കഥയും ഡെന്നീസ് പൂർത്തിയാക്കി. തന്റെ കാർ വിറ്റും ചില പൂർവിക സ്വത്തുക്കൾ പണയപ്പെടുത്തിയുമാണ് തമ്പി സിനിമയ്ക്ക് പണം കണ്ടെത്തിയത്. രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിൽ മോഹൻലാൽ വിൻസെന്റ് ഗോമസായി എത്തിയപ്പോൾ അത്ര തന്നെ ശക്തിയായ ഒരു നായികയും ആവശ്യമായിരുന്നു. അങ്ങനെയാണ് തമ്പി അംബികയിലേക്ക് എത്തുന്നത്. രജനികാന്ത്, കമലഹാസൻ എന്നിവരുടെ നായികയായി അഭിനയിച്ച അംബിക ദക്ഷിണേന്ത്യയിൽ മോഹൻലാലിനേക്കാൾ വലിയ താരമായിരുന്ന കാലമായിരുന്നു അത്. മലയാളം, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളിൽ അവർ വളരെ തിരക്കുള്ള ഒരു നടി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അംബികയ്ക്ക് 1.25 ലക്ഷം രൂപയായിരുന്നു പ്രതിഫലം നൽകണമെന്ന് അവരുടെ അമ്മ ആദ്യം ആവശ്യപ്പെട്ടു. എന്നാൽ ചിത്രീകരണം ആരംഭിച്ച് കുറച്ച് ദിവസത്തിന് ശേഷം തനിക്ക് 1 ലക്ഷം മാത്രം ആവശ്യമുള്ളൂ എന്ന് അംബിക തമ്പിയെ അറിയിച്ചു. ഇത് സിനിമയെ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് ആശ്വാസമായി. അംബികയ്ക്ക് നൽകിയ അതേ പ്രതിഫലമാണ് 1 ലക്ഷം രൂപ മോഹൻലാലിനും ലഭിച്ചു. ചിത്രീകരണം 32 ദിവസം കൊണ്ട് പൂർത്തിയായി. ആദ്യ ഷോയ്ക്ക് ശേഷം തന്നെ മികച്ച പ്രതികരണം നേടിയ ചിത്രം മോഹൻലാലിന്റെ തൽക്ഷണം സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തി. 40 ലക്ഷം രൂപ ബജറ്റിൽ നിർമ്മിച്ച ആ ചിത്രം ടിക്കറ്റ് നിരക്ക് വളരെ കുറവായിട്ടും അക്കാലത്ത് 80-85 ലക്ഷം രൂപ കളക്ഷൻ നേടിയതായി റിപ്പോർട്ടുകളുണ്ട്. പിന്നീട് വിവിധ ഭാഷകളിൽ ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടു. ഈ സിനിമയ്ക്ക് ശേഷം നിരവധി വേഷമാണ് മോഹൻലാലിനെ തേടിയെത്തിയത്.